സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി ഷിബു തെക്കുംപുറം MLA-ക്ക് സ്വീകരണവും യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാസലഹരി ഉപയോഗിച്ചിരുന്ന പഞ്ചാബിന്റെ സ്ഥാനത്തേക്ക് ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും എറണാകുളം ജില്ല രാസലഹരിയുടെ ആസ്ഥാനമായി മാറുന്നത് ഭയപ്പെടുത്തുന്ന കാര്യമാണെന്നും MLA ഷിബു തെക്കുംപുറം പറഞ്ഞു. ഇതിനെതിരെ പൊതുസമൂഹം ഒന്നിച്ചു നിന്ന് ശക്തമായി പോരാടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുളങ്ങാട്ടുകുഴി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗവും ലഹരി വിരുദ്ധ ക്ലാസും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ രാസലഹരി ഉപയോഗിച്ചിരുന്ന ഏറ്റവും കൂടിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു പഞ്ചാബ്. ഇന്ന് ആ സ്ഥാനം നമ്മുടെ കേരളം കൈയടക്കിയിരിക്കുകയും അതോടൊപ്പം തന്നെ രാസലഹരിയുടെ ആസ്ഥാനമായി എറണാകുളം ടൗൺ മാറിയിരിക്കുന്നു. ഇങ്ങനെ വലിയ നമ്മളെ ഭയപ്പെടുത്തുന്ന നിലയിലേക്കാണ് ഇതിന്റെ വളർച്ച മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. കുടുംബങ്ങളിൽ വലിയ വിള്ളലുകൾ വന്നിരിക്കുന്നു, കുട്ടികളെ തളർച്ചയിലേക്ക് എത്തിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള വലിയ സമാനതകളില്ലാത്ത വലിയ വിപത്തിനെയാണ് നമ്മൾ നേരിടുന്നത്. ഓർത്ത് പ്രിയപ്പെട്ട എല്ലാവരുടെയും വലിയ കരുതൽ, വലിയ പ്രവർത്തനം ഇക്കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ MLA ആദരിച്ചു. മൂവാറ്റുപുഴ SHO CP ബഷീർ ചടങ്ങിൽ ലഹരി വിരുദ്ധ ക്ലാസിന് നേതൃത്വം നൽകി. പള്ളി വികാരി ഫാദർ ഏബിൾ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ പ്രിൻസ് ജോൺ, ട്രസ്റ്റിമാരായ ഷാജി നാട്ടിൽ, കുര്യാക്കോസ് മൈക്കുളങ്ങരയിൽ, CT കുര്യാക്കോസ്, എൽദോസ് ജോർജ്, ബേസിൽ ബെന്നി എന്നിവർ സംസാരിച്ചു. ലൈഫ് മലയാളം, കോതമംഗലം.